Rubyയിലെ വേരിയബിൾസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് എന്താണ് വേരിയബിൾ, Rubyയിലെ ഡൈനാമിക് ടൈപ്പിംഗ്, ഒരു വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നത്, വേരിയബിൾ ടൈപ്പ് മാറ്റുന്നത്, എന്താണ് വേരിയബിളിന്റെ സ്കോപ്പ്, വേരിയബിൾ ടൈപ്സ്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് വെർഷൻ 1204 റൂബി 193. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ലിനക്സിൽ ടെർമിനൽ ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണം. IRBയും അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ എന്താണ് വേരിയബിൾ എന്ന് വിശദമാക്കാം. ഒരു മൂല്യം സ്റ്റോർ ചെയ്യാൻ വേരിയബിൾ ഉപയോഗിക്കുന്നു. അസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു റഫറൻസ് ആണ് വേരിയബിൾ. റൂബി വേരിയബിളുകൾ കേസ് സെൻസിറ്റീവ് ആണ്. വേരിയബിളുകളുടെ പേര് അർത്ഥവത്തായിരിക്കണം. വേരിയബിളിന്റെ പേര് ചെറിയ അക്ഷരത്തിൽ അക്കങ്ങളും അണ്ടർസ്കോർസും ചേർന്നതായിരിക്കും. ഉദാഹരണം ഫസ്റ്റ് _ name. ഇപ്പോൾ എന്താണ് ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് നോക്കാം. റൂബി ഒരു ഡൈനാമിക് ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങൾ ഒരു വേരിയബിൾ സൃഷ്ടിക്കുമ്പോൾ ഡേറ്റ ടൈപ്പ് ഡിക്ലയർ ചെയ്യേണ്ട ആവശ്യമില്ല. അസൈൻമെന്റിന്റെ സമയത്ത് റൂബി ഇന്റർപ്രിറ്റർ ഡേറ്റ ടൈപ്പ് മനസിലാക്കുന്നു. റൂബിയിലെ വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നതെങ്ങനെയെന്ന് ഇപ്പോൾ നോക്കാം. Ctrl Alt T കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക. സ്ക്രീനിൽ ടെർമിനൽ വിൻഡോ തുറക്കുന്നു. IRB ടൈപ്പ് ചെയ്യുക. ഇന്ററാക്ടീവ് റൂബി തുറക്കുന്നതിനായി Enter പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക var1 = 10. Enter പ്രസ് ചെയ്യുക. ഇവിടെ var1 ഡിക്ലയർ ചെയ്തിട്ട് അതിൽ 10 അസൈൻ ചെയ്തു. ഇന്റർപ്രിറ്റർ നൽകിയ ഡേറ്റ ടൈപ്പ് ഇന്റിജർ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാം. അതിനായി ടൈപ്പ് ചെയ്യുക var1 ഡോട്ട് kind _ of ? ഇന്റിജർ. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടും. റൂബിയിൽ നിങ്ങൾക്ക് വേരിയബിൾ ടൈപ്പ് ഡൈനാമിക് ആയി മാറ്റാൻ കഴിയുന്നു. അതിനായി അതിൽ ഒരു പുതിയ മൂല്യം അസൈൻ ചെയ്യുക. var1ൽ ഒരു സ്ട്രിംഗ് മൂല്യം അസൈൻ ചെയ്യാം. ടൈപ്പ് ചെയ്യുക var1 = ഡബിൾ quotesനുള്ളിൽ hello. Enter പ്രസ് ചെയ്യുക. വേരിയബിൾ ടൈപ്പ് എന്താണെന്ന് പരിശോധിക്കാം. ടൈപ്പ് ചെയ്യുക var1 ഡോട്ട് ക്ലാസ്. വേരിയബിൾ ക്ലാസ് അറിയുവാൻ ക്ലാസ് മെത്തോട് ഉപയോഗിക്കുന്നു. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് സ്ട്രിംഗ് എന്ന് കിട്ടുന്നു. റൂബി സ്വയമേ വേരിയബിൾ ടൈപ്പ് ഇന്റിജറിൽ നിന്ന് stringലേക്ക് മാറ്റി. വേരിയബിൾ മൂല്യം മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റുന്നതെങ്ങനെയെന്ന് നോക്കാം. സ്ലൈഡുകളിലേക്ക് തിരികെ പോകാം. റൂബി വേരിയബിൾ ക്ലാസ്സസിൽ അവയുടെ മൂല്യം മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റുവാനുള്ള മെത്തോഡ്സ് ഉണ്ട്. ഒരു വേരിയബിളിനെ ഇന്റിജർ ആക്കുവാൻ to _ i മെത്തോട് ഉപയോഗിക്കുന്നു. ഒരു വേരിയബിളിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കുവാൻ to _ f മെത്തോട് ഉപയോഗിക്കുന്നു. ഒരു വേരിയബിളിനെ സ്ട്രിംഗ് ആക്കുവാൻ to _ s മെത്തോട് ഉപയോഗിക്കുന്നു. to _ s മെത്തോട് നംബർ baseനെ ആർഗുമെന്റ് ആയി സ്വീകരിക്കുന്നു. കൺവേർഷൻ ഈ നംബർ baseനെ അനുസരിച്ച് ആയിരിക്കും. ഇപ്പോൾ ഈ മെത്തോഡ്സ് ശ്രമിച്ചു നോക്കാം. ടെർമിനലിലേക്ക് പോകുക. ആദ്യം ടെർമിനൽ വൃത്തിയാക്കുക. IRB കൺസോൾ വൃത്തിയാക്കാനായി Ctrl L പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക y = 20. Enter പ്രസ് ചെയ്യുക. ഇവിടെ y എന്ന വേരിയബിൾ ഡിക്ലയർ ചെയ്തിട്ട് 20 എന്ന മൂല്യം അസൈൻ ചെയ്തു. to _ f മെത്തോട് ഉപയോഗിച്ച് yയെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയി മാറ്റുന്നു. ടൈപ്പ് ചെയ്യുക y ഡോട്ട് to _ f. Enter പ്രസ് ചെയ്യുക. നമുക്ക് മൂല്യം ഫ്ലോട്ട് ആയി കിട്ടുന്നു. ടൈപ്പ് ചെയ്യുക y ഡോട്ട് to _ s.
Enter പ്രസ് ചെയ്യുക. ഡബിൾ quotesനുള്ളിൽ 20 എന്ന ഔട്ട്പുട്ട് കിട്ടുന്നു. വേരിയബിൾ yയെ ബൈനറി ആക്കണമെങ്കിൽ to s methodൽ നംബർ ബേസ് 2 നൽകുക. മുൻപിലത്തെ കമാൻഡ് ലഭിക്കാൻ അപ്പ് അറോ കീ പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക തുറക്കുന്ന ബ്രാക്കറ്റ് 2 അടയ്ക്കുന്ന ബ്രാക്കറ്റ്. Enter പ്രസ് ചെയ്യുക. ബൈനറി രൂപത്തിൽ ഔട്ട്പുട്ട് കിട്ടുന്നു. അതുപോലെ നിങ്ങൾക്ക് വേരിയബിൾ yയെ ഒക്ടൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ഫോമിൽ ആക്കുവാൻ നംബർ ബേസ് 8 അല്ലെങ്കിൽ 16 ആക്കുക. സ്ലൈഡിലേക്ക് തിരികെ വരാം. ഒരു വേരിയബിൾ സ്കോപ്പ് എന്താണെന്ന് ഇപ്പോൾ പഠിക്കാം. ഒരു പ്രോഗ്രാമിൽ വേരിയബിൾ എവിടെ ലഭ്യമാണ് എന്നത് സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നു. Rubyക്ക് 4 തരത്തിലുള്ള വേരിയബിൾ സ്കോപ്പ് ഉണ്ട്. ലോക്കൽ, ഗ്ലോബൽ, ഇൻസ്റ്റൻസ്, ക്ലാസ്. വേരിയബിൾ nameന് മുൻപിലായി ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ച് വേരിയബിൾ ടൈപ്പ് ഡിക്ലയർ ചെയ്യുന്നു. ഗ്ലോബൽ വേരിയബിളിനായി ചെറിയ അക്ഷരങ്ങളും അണ്ടർസ്കോറും ലോക്കൽ വേരിയബിളിനെ കാണിക്കുന്നു. ഇൻസ്റ്റൻസ് വേരിയബിളിന് @2 ക്ലാസ് വേരിയബിളിനെ സൂചിപ്പിക്കുന്നു. വലിയ അക്ഷരങ്ങൾ കോൺസ്റ്റന്റിനെ സൂചിപ്പിക്കുന്നു. ഇതിനെ കുറിച്ച് വിശദമായി മറ്റൊരു ട്യൂട്ടോറിയലിൽ പഠിക്കാം. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു വേരിയബിൾ ഡിക്ലയർ ചെയ്യാൻ ഉദാഹരണം var1 = 10 to f to s മെത്തോഡുകൾ ഉപയോഗിച്ച് വേരിയബിൾ ടൈപ്പ് മാറ്റുന്നു. വ്യത്യസ്ത വേരിയബിൾ സ്കോപ്പ് അസൈൻമെന്റ്. ഒരു വേരിയബിൾ ഡിക്ലയർ ചെയ്തിട്ട് അതിനെ ഒക്ടൽ ഹെക്സാഡെസിമൽ ഫോമുകളിലേക്ക് മാറ്റുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ IIT ബോംബേ. നന്ദി.